തങ്ങളുടെ നേതാക്കന്മാരെ കാണാൻ വരുന്ന, കണ്ട് ഹാരമണിയിക്കാൻ വരുന്ന, അവരെ ആദരിക്കാൻ വരുന്ന പ്രവർത്തകരെയും നേതാക്കന്മാരെയും ജനങ്ങളുടെ മുമ്പിൽ വച്ച്, മാധ്യമങ്ങളുടെ മുൻപിൽ വച്ച് അധിക്ഷേപിക്കുവാനും അപമാനിക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? പക്ഷേ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് പുതുയുഗ യാത്രയിൽ തമ്പ്രാൻ മനോഭാവത്തോടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ മുമ്പിൽ വച്ച്, വി ഡി സതീശനെ തന്നെ ആദരിക്കുവാനും ഹാരമണിയിക്കുവാനും വരുന്ന പ്രവർത്തകരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും മറ്റുള്ള തലക്കനമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അപമാനിച്ചാലും ഇറക്കി വിട്ടാലും അതിലൊന്നും സതീശന് തിരിച്ച് യാതൊരു പ്രതികരണവുമില്ല. പുനലൂരിൽ നിന്നുള്ള പുതുയുഗ യാത്രയിലെ ഈ ദൃശ്യം സമൂഹം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഇത് ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല. നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശാന്തരായിരിക്കുക. പെട്ടെന്ന് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട UDFന്റെ ചെയർമാൻ, ദയവായി ഈ സ്വീകരണ പരിപാടികൾ നമ്മൾ ഇതിന് ശേഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദയവായി ഇത് അച്ചടക്കം പാലിക്കണം. ദയവായി സ്വീകരണം അതിന് ശേഷം മതി. എല്ലാവർക്കും സ്വീകരിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ശാന്തരായി, വളരെയധികം ചൂട് കൂടുതലാണ്, എത്രയും പെട്ടെന്ന് യോഗം അവസാനിപ്പിക്കുന്നതാണ്. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, പുനലൂരിന്റെ UDF കൺവീനർ പ്രിയപ്പെട്ട നെൽസൺ സെബാസ്റ്റ്യൻ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട MLA ശ്രീ PC വിഷ്ണുനാഥ്, പ്രിയപ്പെട്ട നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, എന്നിൽ കേൾക്കുന്ന പ്രിയപ്പെട്ട KPCCയുടെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും RSPയുടെയും പ്രിയ നേതാക്കന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന UDFന്റെ പ്രിയ പ്രവർത്തകരെ, 140 നിയോജക മണ്ഡലങ്ങളിലും ഈ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് ഒരു പ്രഖ്യാപനവുമായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഭാവി അപകടത്തിലാണ്. ഈ കേരളത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം UDFകാരായ നമ്മൾക്കാണ്. അതിനുവേണ്ടി നമ്മൾ രംഗത്തിറങ്ങുന്നു, നമ്മൾ അതിനുവേണ്ടി പോരാടുന്നു. കേരളത്തെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതാണ് പരമപ്രധാനം. അദ്ദേഹം നമ്മളിൽ വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്നു, 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരുമെന്ന്. ആ 100-ലധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരണമെങ്കിൽ അതിന്റെ മുന്നണി പോരാളികൾ ഈ മുന്നിലിരിക്കുന്ന UDFന്റെ നിങ്ങളാണ്. അദ്ദേഹം നമ്മളിൽ വിശ്വസിച്ചാണ് UDF 100-ലധികം സീറ്റുകൾ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, അടുത്ത 100-ലധികം പേര് കേരള നിയമസഭയിൽ UDFന്റെ അംഗങ്ങളായി വരുമ്പോൾ പുനലൂരിൽ നിന്ന് UDFന്റെ MLA നിയമസഭയിൽ ഉണ്ടാവുക എന്നുള്ള ഉറപ്പ് കൂടി നമ്മൾ കൊടുക്കണം. അതായിരിക്കണം മുഖ്യമായ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശാന്തനും ക്ഷമാശീലനുമായ പ്രിയപ്പെട്ട ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ, എത്ര അഭിനന്ദിച്ചാലും മതി വരാത്ത പ്രിയപ്പെട്ട നെൽസൺ സെബാസ്റ്റ്യനെ പുനലൂർ UDFന്റെ പേരിൽ ഞാൻ ആത്മമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്ന് ആഞ്ച് കൈയടിച്ചാട്ടെ, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും ജനകീയനായ MLA PC വിഷ്ണുനാഥാണ്. അദ്ദേഹം ചെയ്തത് 3 ദിവസം ഈ ജാഥയ്ക്ക് വിളംബരയായി ഒരു ജാഥ 3 ദിവസം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ നടത്തി ഇന്നലെയാണ് സമാപിച്ചത്, സന്ദേശയാത്ര. അപ്പൊ അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും യോഗ്യനായ ആള്. അദ്ദേഹം നമ്മുടെ CRNCH ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട PC വിഷ്ണുനാഥിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ജാഥ ക്യാപ്റ്റൻ, കേരളത്തിലെ ജനങ്ങളുടെ ആശയും ആവേശവുമായി കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പ്രതീക്ഷ വച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ VD സതീശൻ അവരുടെ പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പുനലൂരിലെ മണ്ഡിലേക്ക് ഞാൻ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് ശരിയല്ല കേട്ടോ പ്രസാദേ, ഇത് വിളിക്കും, ഇത് പറഞ്ഞാൽ പിന്നെ അത് ശരിയല്ല.
നമ്മൾ നമ്മുടെ സംസ്കാരം കാണിക്കണം. നമ്മളിവിടെ അച്ചടക്കത്തോടു കൂടി നിങ്ങളുടെ എല്ലാം പേരുകൾ വിളിക്കും. ആ പേര് വിളിക്കുമ്പോൾ ഇവിടെ വരിക, ഓരോരുത്തരും വന്ന് മാലയിട്ട് കഴിഞ്ഞാൽ അത് ആരാണെന്ന് പോലും നമ്മുടെ നേതാവ് അറിയത്തില്ല. സതീശന്റെയും കോൺഗ്രസിന്റെയും മുന്നിൽ എന്ത് പ്രവർത്തകർ, എന്ത് അണികൾ, എന്ത് മുതിർന്ന നേതാക്കന്മാർ, ഞാനെന്ന അഹംഭാവം മാത്രമാണ് ഇവർക്കൊക്കെ ഉള്ളത്. സതീശന് മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ തനക്കലമുള്ള എല്ലാ നേതാക്കന്മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. മുതിർന്ന നേതാക്കന്മാരെയും സാധാരണക്കാരായ പ്രവർത്തകരെയും അപമാനിക്കുവാൻ ഇവന്മാർക്ക് യാതൊരു മടിയുമില്ല. പ്രത്യേകിച്ച് 10 ആൾക്കാർ കൂടുന്ന സ്ഥലമാണെങ്കിൽ, മാധ്യമ ക്യാമറകൾ ഇവർക്ക് ചുറ്റുമുണ്ടെങ്കിൽ, PR പണിക്കാർ കൂടെ ഉണ്ടെങ്കിൽ, ഏത് പ്രവർത്തകനെയും ഏത് മുതിർന്ന നേതാക്കന്മാരെയും കൊങ്ങയ്ക്ക് പിടിക്കുവാനും പിടിച്ച് വേദിക്ക് പുറത്തേക്കെറിയുവാനും ഇവർക്ക് യാതൊരു മടിയുമില്ല. പുനലൂരെത്തിയ പുതുയുഗ യാത്രയിൽ നിന്നും ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവരെ വിശ്വസിച്ച്, ഇവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച്, ഇവർക്ക് വേണ്ടി ജയ് വിളിച്ച് നടന്ന പ്രവർത്തകരെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയുമാണ് ഇവർ ഇത്തരത്തിൽ വേദിയിൽ വെച്ച്, ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച്, PR മാധ്യമ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ഇതുപോലെ അപമാനിച്ചു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ, അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ ഇവർ എങ്ങനെയൊക്കെ ദ്രോഹിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിച്ചുകൂടെ? എന്തായാലും ഈ ദൃശ്യം ഇത് ഇന്നത്തെ സമൂഹം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാര്യം കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഉഡായിപ്പുകളുടെ, PR ഉഡായിപ്പുകളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൂടിയാണ് പുനലൂരെത്തിയ പുതുയുഗ യാത്രയിൽ നിന്നും പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ.